ഇപ്പോൾ പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഷാഫി പറമ്പിൽ വടകര സ്ഥാനാർത്ഥിയായപ്പോഴാണ്. പാലക്കാടിനെ കോൺഗ്രസിന് ഏറ്റവും വളക്കൂറുള്ള മണ്ണാക്കി മാറ്റിയതിൽ ഷാഫിയുടെ പങ്ക് ചെറുതല്ല. ഈ സമീപകാലത്ത് ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് ഇത്രമാത്രം ജനങ്ങളുടെ ഹൃദയത്തിൽ സ്വാധീനം ഉറപ്പിച്ച ഒരു വ്യക്തി വേറെ ഉണ്ടായിട്ടുമില്ല. ആ ഷാഫിയുടെ പ്രചരണവും ഷാഫിയുടെ പിന്തുണയും തന്നെയാണ് രാഹുലിന്റെ മിന്നും ജയത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി നിന്നത്. അതുകൊണ്ട് തന്നെ രാഹുൽ കേസിൽ കുടുങ്ങിയപ്പോൾ ആരോപണങ്ങൾ രാഹുലിനെക്കാട്ടിലും ശക്തിയോടെ പലരും എയ്തത് ഷാഫി പറമ്പിലിന്റെ നേർക്കാണ്. ഇന്നലെ ഈ പാർട്ടി നടപടി വന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഷാഫിയുടെ ഒരു പ്രതികരണമുണ്ട്. ഒരു പാർട്ടിയും എടുക്കാത്ത നടപടിയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് എടുത്തതെന്ന് ഷാഫി പറമ്പിൽ പറയുന്നു. ഇതുമായി ബന്ധപ്പെടുത്തി തന്നെക്കുറിച്ച് പറയുന്നതിന്റെ കാര്യം എല്ലാവർക്കും അറിയാം, അതിലൊന്നും പ്രയാസമില്ലെന്നും ഷാഫി പറമ്പിൽ. അത് രാഷ്ട്രീയമായിട്ട് പിന്നെ എന്നെ പറയുന്നതിന്റെ കാര്യം കാരണം എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതവിടെ പറഞ്ഞോട്ടെ. പിന്നെ അതിനകത്തൊന്നും എനിക്ക് പ്രയാസമില്ല. ഞാൻ അവര് പറഞ്ഞത് കേൾക്കാനും തയ്യാറാണ്, മൂക്ക് പൊളിച്ചാൽ അതിനും തയ്യാറാണ്. പക്ഷെ ഒരു കാര്യം പറയേണ്ടത് ഞാൻ പറയാതിരിക്കും എന്നാരും ധരിക്കേണ്ടതുമില്ല എന്നുള്ളത് സ്നേഹത്തോടെ പറയാനും ആഗ്രഹിക്കും. ചെയ്യേണ്ടതും പറയേണ്ടതും നമ്മൾ നമ്മുടെ പിന്നെ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോകും. എടോ അടിമകളെ, എടോ അന്തംഗമ്മികളെ, എടോ സൈബർ അടിമകളെ, എടോ സഖാക്കളെ, നിങ്ങൾ എന്താ കരുതിയത്? രാഹുൽ മാങ്കൂട്ടത്തിനെ മുന്നിൽ നിർത്തി അയാളുടെ പേര് പറഞ്ഞ് അയാളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിങ്ങൾ ഷാഫിയെ വീഴ്ത്താമെന്ന് നിങ്ങൾ കരുതണ്ട. അത് നിങ്ങളുടെ വെറും അതിമോഹം മാത്രമാണ് എന്നുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകും. മനസ്സിലായില്ലേ? ഷാഫിയെ വീഴ്ത്താൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന എല്ലാ പണികളും എടുത്തതാണ്. നിങ്ങളിപ്പോ കണ്ണ് തുറന്ന് നിങ്ങൾ കാണുന്നുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. കാരണം ഈ പറയുന്ന സഖാക്കൾ അത് കാണുന്നത് കൊണ്ടാണ്, നിങ്ങൾ രാഹുലിനെ ചൂണ്ടി ഷാഫിയിലേക്ക് എത്താനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. നിങ്ങൾ എന്താ കാണുന്നത്? നിങ്ങളിപ്പോ കാണുന്നത് വടകരയുടെ മണ്ണിൽ എന്ന് പറഞ്ഞാൽ വടകരയിൽ മാത്രമാണോ? അല്ല, കൂത്തുപറമ്പില്, തലശ്ശേരിയില്, വടകരയില്, കുറ്റ്യാടിയില്, നാദാപുരത്ത്, പേരാമ്പ്രയില്, കൊയിലാണ്ടിയില്, ഇങ്ങ് കോഴിക്കോട്ട് വന്നാൽ അവിടെ എവിടെ പോയി കഴിഞ്ഞാലും അവിടെ കേരളത്തിൽ സകലമാന സ്ഥലങ്ങളിലും ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി ഉണ്ടോ, അയാൾക്കൊപ്പം ജനമുണ്ട് എന്ന് നിങ്ങൾ കാണുകയാ. ഈ പറയുന്ന വടകര പാർലമെന്റ് മണ്ഡലത്തിലെ കാര്യം എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാല് നിങ്ങളുടെ കാലിനടിയിലെ മണ്ണ് ഒലിച്ചു പോകാൻ തുടങ്ങിയിട്ട് നാളുകളായി എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ബോധ്യമുള്ളതാണ്. നിങ്ങൾ ഷാഫിയെ വീഴ്ത്താൻ പല കളികൾ കളിച്ചു നോക്കി. വടകരയുടെ മണ്ണിൽ ഷാഫി പറമ്പിൽ പാലക്കാട് നിന്ന് വണ്ടി കയറി വടകരയുടെ മണ്ണിൽ വന്നിറങ്ങിയ ദിവസം അന്ന് മുതൽ നിങ്ങൾ തുടങ്ങിയ ആ കളികൾ, നാറിയ നെറികെട്ട കളികൾ നിങ്ങൾ കളിക്കാൻ തുടങ്ങി. അയാളെ വർഗീയവാദിയാക്കുവാനുള്ള ശ്രമങ്ങൾ ആദ്യം നിങ്ങൾ നടത്തി. അത് പൊളിഞ്ഞ് പാളീസായി. അവസാനം നിങ്ങൾ എന്ത് ചെയ്തു? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടെ ഒരു നീല പെട്ടിയുമായിട്ട് ചെന്നു. പക്ഷെ ആ പെട്ടിയും വെട്ടുനിലയിൽ പൊട്ടി. അവിടെയും തീർന്നില്ല. അവിടെയും തീരാഞ്ഞിട്ട്, ദോഷം തീരാഞ്ഞിട്ട് എന്ന് മാത്രമല്ല, ഷാഫിയെ തൊടാൻ കഴിയാതെ വന്നപ്പോ അയാളുടെ മൂക്കിന്റെ പാലം അടിച്ചു തകർത്തു. എന്നിട്ടും തീരുന്നില്ല എന്ന് കണ്ടപ്പോഴാണ് നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് അയാളിലേക്ക് ചൂണ്ടാൻ തുടങ്ങിയത്. അല്ലേ? രാഹുൽ മാങ്കൂട്ടത്തിന്റെ പേര് അയാളിലേക്ക് നിങ്ങൾ ചൂണ്ടാൻ തുടങ്ങിയത് അയാളെ നിങ്ങൾ രോമത്തിൽ തൊടാൻ കഴിയില്ലെന്ന് നിങ്ങൾ കണ്ടപ്പോഴാണ്. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. എന്താ മനസ്സിലാക്കേണ്ടത്? അങ്ങനെ രാഹുലിന്റെ പേര് പറഞ്ഞ് അയാളെ വായ മൂടിക്കെട്ടാമെന്ന് നിങ്ങൾക്ക് കരുതിയിട്ടുണ്ടെങ്കിൽ അത് വെറും മിഥ്യാധാരണകൾ മാത്രമാണ്. അല്ലെ? ഭയപ്പെടുത്തിയിട്ടോ, ഭീഷണിപ്പെടുത്തിയിട്ടോ, വെല്ലുവിളിച്ചിട്ടോ, അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രാഹുലിനെ കൂടി അയാളിലേക്ക് ചേർത്ത് വെച്ചിട്ടാണെങ്കിലും അയാളുടെ വാ മൂടിക്കെട്ടാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ അത് മിഥ്യാധാരണകൾ മാത്രമാണ്. പറയാനുള്ളത് പറയുക തന്നെ ചെയ്യും, ചെയ്യാനുള്ളത് ചെയ്യുക തന്നെ ചെയ്യും. അതിനപ്പുറത്തേക്ക് അയാളെ ഒതുക്കി നിർത്താൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ലടോ. നിങ്ങളുടെ ഈ പറയുന്ന ലോകമറിയുന്ന നേതാവ് കെ ശൈലജ ആഞ്ഞു പിടിച്ചിട്ടും കെ ശൈലജയുടെ ഒരു ആത്മവിശ്വാസം എന്തായിരുന്നു നിങ്ങൾക്കറിയാലോ. എന്തിനധികം കെ ശൈലജ ഡൽഹിയിൽ ഫ്ലാറ്റ് അടക്കം വാങ്ങി. എന്തിനാ ഡൽഹിയിൽ ഫ്ലാറ്റ് വാങ്ങിയത്? അത് MP ആയിട്ട് പാർലമെന്റിൽ പോകുന്ന സമയത്ത്
പാർലമെന്റ് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുന്ന ദിവസങ്ങളിൽ അവിടെ താമസിക്കാൻ MP-യുടെ ഹോസ്റ്റൽ പോരാ, ഡൽഹിയിൽ ഫ്ലാറ്റ് വേണം. എന്തിനാ ഡൽഹിയിൽ പ്രത്യേകം ഫ്ലാറ്റ് വേണ്ടത്? അത് വടകരയിൽ നിന്ന് തന്നോട് പരാതി പറയാൻ വരുന്ന ആളുകളെ കാണുവാനും അവരുടെ പരാതികൾ കേൾക്കുവാനും വേണ്ടിയിട്ടാണ് മുൻകൂട്ടി എല്ലാം കണ്ടിട്ട് ഈ പറയുന്ന KK ശൈലജ ഡൽഹിയിൽ ഫ്ലാറ്റ് വാങ്ങിയത്. അവസാനം വടകരയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പെട്ടി തുറന്ന് വോട്ടെണ്ണി കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ആ ഫ്ലാറ്റ് വിൽക്കേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ കൊടുത്ത പണം പോലും തിരിച്ചു കിട്ടാതെ നഷ്ടക്കച്ചവടമായി പോയി ശൈലജയുടേത്. നഷ്ടത്തിൽ വിൽക്കേണ്ടി വന്നു, നഷ്ടം സഹിക്കേണ്ടി വന്നു ശൈലജക്ക്. ശൈലജ ആഞ്ഞു പിടിച്ചതാണ്. ആഞ്ഞു പിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യാജ കാഫിർ സ്ക്രീൻഷോട്ട് ഇറങ്ങിക്കൊണ്ട് ഷാഫിയെ തളർത്തി അടിച്ച് നിലത്തിടാമെന്ന് കരുതിയിട്ടാണ് ശൈലജ അതിന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ ശൈലജക്ക് പാളിപ്പോയി. കാരണം എതിർചേരിയിൽ നിന്നത് അല്ലെങ്കിൽ എതിർ സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലാണ് എന്നുള്ള കാര്യം ആ പേര് ശൈലജ മറന്നുപോയി. ശൈലജ മറന്നു എന്ന് മാത്രമല്ല, ഇപ്പോഴും ശൈലജയുടെ ഉറക്കം കെടുത്തുന്ന മുഖം എന്താണെന്ന് ചോദിച്ചാൽ, കണ്ണടച്ചാൽ ശൈലജ രാത്രി ഉറങ്ങാൻ കിടന്ന് കണ്ണടച്ചു കഴിഞ്ഞാൽ ശൈലജയുടെ മനസ്സിലേക്ക് തെളിഞ്ഞു വരുന്ന ചിത്രം ഏതാണെന്ന് ചോദിച്ചാൽ അത് ഷാഫി പറമ്പിലിന്റെ ചിത്രമാണ്. അതും ഏത് ചിത്രമാണെന്ന് ചോദിച്ചാൽ വടകരയിലേക്ക് ഷാഫി പറമ്പിൽ ആദ്യമായി വന്നിറങ്ങിയ ദിവസം, ആ ദിവസം അന്ന് അവിടെ തടിച്ചു കൂടിയ ജനങ്ങൾ ആ പുരുഷാരത്തിന് നടുവിൽ ഇങ്ങനെ കൈകൾ മുകളിലേക്ക് ഉയർത്തി ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന, ആ ജനങ്ങളുടെ തോളിലേറിക്കൊണ്ട് ജനങ്ങളെ അഭിസംബോധന ചെയ്യുന്ന, അഭിവാദ്യം ചെയ്യുന്ന ഷാഫി പറമ്പിലെ ആ ചിത്രം, അത് ഇന്നും ശൈലജയുടെ മനസ്സുകളിൽ കിടന്ന് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ശൈലജയുടെ ഉറക്കം കെടുത്തുന്ന ചിത്രമാണത്. അതിനുശേഷം ശൈലജ ഒന്നും ഉറങ്ങിയിട്ടില്ല എന്ന് മാത്രമല്ല, അതിനുശേഷമാണ് KK ശൈലജ പിച്ചും പേയും പറയാൻ തുടങ്ങിയത്. അതുകൊണ്ട് ഷാഫി പറമ്പിലിനെ ഈ രാഹുൽ മാങ്കൂട്ടത്തിലിനെ കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി അയാളെ, രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഷാഫിയിലേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് അയാളുടെ വാ മൂടിക്കെട്ടാമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കണ്ണ് തുറന്ന് കാണുന്നത് നല്ലതാണ്. വടകരയുടെ മണ്ണിൽ ഇപ്പോഴെന്താണ് സംഭവിക്കുന്നത്? പേരാമ്പ്രയുടെ മണ്ണിൽ എന്താണ് സംഭവിക്കുന്നത്? കൊയിലാണ്ടിയുടെ മണ്ണിൽ എന്താണ് സംഭവിക്കുന്നത്? കുറ്റ്യാടിയിലും നാദാപുരത്തും തലശ്ശേരിയിലും കൂത്തുപറമ്പിലും ഒക്കെ എന്താണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്? ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അവിടെ എന്താണ് ചർച്ച ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അയ്യന്റെ പൊന്നുകെട്ട വിഷയം മാത്രമാണ് ചർച്ചയാവുന്നത്. ആ ചർച്ചകൾക്ക് വഴിമരുന്നിട്ട് കൊടുക്കുന്നത് ആരാ? അത് ഷാഫി പറമ്പിലാണ്. ഷാഫി എവിടെ പോയാലും പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ, ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ അത് അയ്യന്റെ മുതലിനെ കാക്കാനുള്ളതാണ്, അതല്ലാതെ അയ്യന്റെ പൊന്ന് കക്കാനുള്ളതല്ല ദേവസ്വം ബോർഡ് എന്നാണ് ഷാഫി എല്ലായിടത്തും പറയുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ ഭയവും. കാരണം എന്താണോ ചർച്ചയാവരുത് എന്ന് നിങ്ങൾ ആഗ്രഹിച്ചത് അത് വല്ലാതെ ചർച്ച ചെയ്യപ്പെടുന്നു. എന്ത് ചർച്ച ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിച്ചോ അത് മാധ്യമങ്ങളിൽ മാത്രമേ ചർച്ചയാവുന്നുള്ളൂ, പൊതുജനങ്ങൾക്കിടയിൽ അത് ചർച്ചയാവുന്നില്ല. എന്ന് പറഞ്ഞാൽ അയ്യന്റെ പൊന്ന് കൊള്ളയടിച്ചത് പൊതുജനം ചർച്ച ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടം വിഷയം അത് മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. മാധ്യമങ്ങൾ അയ്യന്റെ പൊന്നു കൊള്ളയടിച്ചത് ചർച്ച ചെയ്യുന്നില്ല. അവിടെ ഈ പറയുന്ന രാഹുൽ മാങ്കൂട്ടം വിഷയം മാത്രമേ ചർച്ച ചെയ്യുന്നുള്ളൂ. പക്ഷേ പൊതുജനം എന്താണ് ചർച്ച ചെയ്യുന്നത്? പൊതുജനം രാഹുൽ മാങ്കൂട്ടം വിഷയം ചർച്ച ചെയ്യുന്നില്ല. അവിടെ ഈ അയ്യന്റെ പൊന്നു കട്ടത് മാത്രമാണ് പൊതുജനം ചർച്ച ചെയ്യുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ ഭയവും. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ ഷാഫിയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ വല്ലാതെ പണിയെടുക്കേണ്ടി വരുന്നത്. പക്ഷേ എന്ത് കാര്യം, എത്രയൊക്കെ പണിയെടുത്തിട്ടും 1,14,506 വോട്ടിന് വടകരയിൽ ഷാഫി പറമ്പിൽ വിജയിച്ച് കയറിയതുപോലെ ഈ വിഷയത്തിലും അവിടെ വടകരക്കാരെ സംബന്ധിച്ചിടത്തോളം ഷാഫി എന്നൊരു ഫാക്ടർ മാത്രമേ ഉള്ളൂ. ഷാഫി എന്താണോ പറയുന്നത് അത് അവർ ചർച്ച ചെയ്യും. ഷാഫി എന്താണോ പറയുന്നത് അവരതനുസരിച്ചിരിക്കും. അതാണ് ഇപ്പോൾ വടകരയിലെ സ്ഥിതി. അത് നിങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്, സഖാക്കൾക്ക് നല്ല ബോധ്യമുണ്ട്, അന്തംഗമ്മികൾക്ക് നല്ല ബോധ്യമുണ്ട്, അടിമകൾക്ക് നല്ല ബോധ്യമുണ്ട്, ഈവൻ രാജാവിന് പോലും നല്ല ബോധ്യമുണ്ട് ആ കാര്യം. ആ ബോധ്യമാണ് ഇപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലെ ഷാഫി പറമ്പിലേക്ക് എത്തിക്കാൻ നോക്കുന്നത്. പക്ഷേ നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ അയാൾ മറ്റൊന്നിന് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അയാൾ എന്തിനാണ് ശ്രമിക്കുന്നത്? ഈ അയ്യന്റെ പൊന്നുകെട്ട കൊള്ളക്കാരെ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നു കെട്ടാൻ ഷാഫി പറമ്പിൽ തുനിഞ്ഞിറങ്ങുന്നു.
അത് തുനിഞ്ഞിറങ്ങിയിട്ട് ഷാഫി പറയുമ്പോ ജനത്തിന് ബോധ്യപ്പെടുന്നു, ജനം വിശ്വസിക്കുന്നു, ജനം ഈ ഷാഫിയോടൊപ്പം നിൽക്കുന്നു, അവർ കൈയടിക്കുന്നു, അവർ ഇരുകൈയും നീട്ടി ജനം ഈ പറയുന്ന ഷാഫിയെ സ്വീകരിക്കുന്നു. നിങ്ങൾ കണ്ടില്ലേ ആയഞ്ചേരിയിൽ എന്താണ് നടക്കുന്നത്, വില്യാപ്പള്ളിയിലും വേളത്തും എന്താണ് നടക്കുന്നത്, പേരാമ്പ്രയിലും കുറ്റ്യാടിയിലും നാദാപുരത്തും എന്താണ് നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഒഞ്ചിയത്തിന്റെ മണ്ണിൽ എന്താണ് നടക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? ഇതൊന്നും നിങ്ങളെ പ്രത്യേകം കാണിച്ചു തരേണ്ട കാര്യമില്ലല്ലോ. അപ്പോ അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ കൂട്ടിവെക്കാൻ ശ്രമിച്ചാലും, ഷാഫിയുടെ തലയിലേക്ക് പുതിയതായിട്ട് എന്തെങ്കിലും തുന്നിച്ചേർക്കാൻ നിങ്ങൾ ശ്രമിച്ചാലും, അയാൾ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടേയിരിക്കും, അയാൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേയിരിക്കും. അയാളുടെ വാ മൂടിക്കെട്ടാൻ, ആ വാ തുന്നിക്കെട്ടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കില്ല. അത് മൂക്കിന്റെ പാലം അടിച്ചു പൊട്ടിച്ചിട്ടാണെങ്കിലും അതല്ല രാഹുൽ മാങ്കൂട്ടത്തിലുള്ള വിഷയം. ഈ രാഹുലിന്റെ എല്ലാം ഷാഫി ആണെന്ന് പറഞ്ഞ് ഷാഫിയിലേക്ക് എത്തിക്കാൻ ശ്രമിച്ചിട്ടാണെങ്കിലും ശരി, പക്ഷേ അയാളുടെ വാ തുന്നിക്കെട്ടാൻ അതിന് നിങ്ങൾക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് വടകരയുടെ മണ്ണില് വടകരയിലെ ജനങ്ങള് ഷാഫി പറമ്പിലിനെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നത് നമ്മൾ കാണുന്നത് അല്ലേ? അപ്പോ നിങ്ങളോട് പറയാനുള്ളത്, അങ്ങനെ എന്തെങ്കിലും ഭീഷണിപ്പെടുത്തിയോ, അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടോ, അതല്ലെങ്കിൽ